കഴിഞ്ഞ വീഡിയോയിൽ നമ്മള് IOQM ക്രാക്ക് ചെയ്ത് ജെയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ജിഷാൻ എന്ന് പറഞ്ഞ മിടുക്കന്റെ ഇന്റർവ്യൂ കണ്ടല്ലോ. അപ്പൊ ഇന്ന് എന്റെ കൂടെ പുതിയൊരു ഗസ്റ്റ് ഉണ്ട്, നിഹാലാണ്. നിഹാൽ പഠിക്കുന്നത് സൈലത്തിന്റെ കോഴിക്കോടുള്ള ഇന്റഗ്രേറ്റഡ് സ്കൂളിംഗ് ക്യാമ്പസ് ആയുള്ള സദ്ഭാവന സ്കൂളിലാണ്. നിഹാൽ ഇതേപോലെ തന്നെ ഇപ്രാവശ്യം നടന്ന IOQM എക്സാം ക്രാക്ക് ചെയ്യുകയും നെക്സ്റ്റ് ലെവൽ ഓഫ് എക്സാം ആയിട്ടുള്ള RMO എഴുതി കാത്തിരിക്കുകയാണ്. ഓക്കെ നിഹാൽ, കൺഗ്രാറ്റുലേഷൻസ്. മാത്സ് ഒളിമ്പിയാഡ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ എന്താണെന്ന് വെച്ചാൽ ഒറിജിനൽ ടാലന്റും അതുപോലെ തന്നെ മാത്സിലുള്ള റിയൽ പാഷനൊക്കെ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന എക്സാം ആണ്. സോ ഇത് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഹൗ ഡു ഫീൽ അബൌട്ട് ദിസ്? ഇപ്പൊ നല്ല സന്തോഷമുണ്ട്. ഞാൻ ഇത് കിട്ടുമെന്ന് വിചാരിച്ചല്ല. പിന്നെ ഇത് ഇങ്ങനെ ഒരു എക്സാം എന്താന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ അപ്പം ഈ സ്കൂളിൽ നിന്ന് സാറുമാരും ടീച്ചർമാരൊക്കെ പറയുന്നപ്പോൾ ഈ എക്സാമിനെ പറ്റി അറിയുന്നത്. അങ്ങനെ ജസ്റ്റ് എഴുതി നോക്കിയാണ്. യെസ്, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിൽ ഇവൻ JEE പ്രോഗ്രാമിൻ്റെ ഭാഗമാണ്. പക്ഷെ നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളെടുത്ത് എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാംസിനും പ്രിപ്പയർ ചെയ്യാൻ പറയുന്നുണ്ട്. ആൻഡ് അതേപോലെ ഈ ഒളിമ്പിയാഡ് പോലുള്ള പരീക്ഷകൾക്ക് നമ്മളിപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ചുകളിൽ നിന്ന് തന്നെ, നമ്മുടെ ഫാൽക്കൺ ബാച്ചുകളിൽ നിന്ന് തന്നെ നമ്മൾ അതിൻ്റെ കോച്ചിങ് കാര്യങ്ങളൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒളിമ്പിയാഡുകൾ 8ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് എഴുതാവുന്ന ഒരു പരീക്ഷയാണ് ഈ ഒറിജിനൽ ഒളിമ്പിയാഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള കോച്ചിങ് നമ്മൾ നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ചായ ഫാൽക്കൺ ബാച്ച് തൊട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിഹാല് സൈലത്തിന്റെ JEE ബാച്ചിലെ കുട്ടിയാണ്. അപ്പോൾ അവരെടുത്ത് ഇതേപോലെ നമ്മൾ എല്ലാ എക്സാംസുകളും എഴുതാൻ പറയുന്നുണ്ട്. ആ എക്സാം എഴുതുന്ന ഭാഗമായിട്ട് അവൻ IOQM എഴുതുകയും ക്രാക്ക് ചെയ്യുകയൊക്കെ ചെയ്തതാണ്. നിഹാല്, മാത്സിൽ നിനക്ക് നല്ല താല്പര്യമുള്ള ഒരാളായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. എപ്പോൾ ചെറിയ ക്ലാസ് തൊട്ട് മാത്സ് നല്ല താല്പര്യം ഉണ്ടായിരുന്നോ? അതേപോലെ ഇപ്പം മാത്സ് ആണോ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റ്? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ചെറിയ ക്ലാസ് മുതലേ എനിക്ക് ഞാൻ മാത്സിലും നല്ല സ്കോർ ചെയ്യല്. ബാക്കി സബ്ജക്റ്റ് വീക്കാണെങ്കിലും മാത്സിന് എപ്പോഴും നല്ല സ്കോർ ഉണ്ടാവും. അങ്ങനെ ഞാൻ 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ ആകുമ്പം ഈ സ്കൂളിൽ നിന്ന് പല പല മാത്സിൻ്റെ ക്വിസ് അങ്ങനെ ഇതിലൊക്കെ പോകുന്നുണ്ട്. അപ്പം നല്ല സ്കോർ ചെയ്യാൻ പറ്റലുണ്ട്. അങ്ങനെ മാത്സിന് നല്ല താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ JEE എടുത്തത്. യെസ്, ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. കാരണം മാത്സ് താല്പര്യമുള്ള ആളുകൾ, അതേപോലെ തന്നെ ഒരു കോമ്പറ്റീറ്റീവ് നാക്കൊക്കെ ഉള്ള ആളുകൾ എന്തായാലും ട്രൈ ചെയ്യേണ്ടത് IIT പോലത്തെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്താനാണ്, JEE വഴി എത്താനാണ് നോക്കേണ്ടത്. ആൻഡ് അതിനുള്ള ഏറ്റവും ബെസ്റ്റ് അവൈലബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞത് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് തന്നെയാണ്. സോ ഹീ ഈസ് അറ്റ് ദ റൈറ്റ് പ്ലേസ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മളെ സൈലത്തിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു അറ്റ്മോസ്ഫിയർ, അതിൽ നമ്മൾ JEEൻ്റെ കോച്ചിങ്ങാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ പ്രോബ്ലം സോൾവിങ്ങും മാത്സ് അല്ല എല്ലാ സബ്ജക്റ്റ് ആയാലും നമുക്ക് കോച്ചിങ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ. അത് നിന്നെ ഈ IOQM വേണ്ടി പ്രിപ്പറേഷന് ഇൻ ദ സെൻസ് ഡ്യൂറിങ് ദി എക്സാമിനേഷൻ നിന്നെ ഹെൽപ്പ് ചെയ്തോ? അതെ, ഈ ബുക്ക് നമുക്ക് DPP എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പം അതിൽ എല്ലാ എൻട്രൻസ് ക്വസ്റ്റ്യൻസും പിന്നെ ബോർഡ് ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടാവും. അതിൽ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പം ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പം എങ്ങനെ തിങ്ക് ചെയ്യണം എന്നൊക്കെ നമുക്ക് ആ ക്വസ്റ്റ്യൻസിലൂടെ തന്നെ മനസ്സിലാവും. യെസ്, നമ്മൾ സൈലത്തിൻ്റെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെ വലിയൊരു ഫീച്ചറാണ് പറഞ്ഞത്. നമ്മളെ മെറ്റീരിയൽ ഉണ്ടല്ലോ, DPP മോഡലാണ് നമ്മളെ മെറ്റീരിയൽസ് കൊടുക്കുന്നത്. ആ മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയലാണ്. കളർഫുൾ പ്രിൻ്റഡ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൽ ലാർജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ബോർഡ് എക്സാമിനുള്ള പ്രിപ്പറേഷൻ്റെ ക്വസ്റ്റ്യൻ്റെ ഒപ്പം തന്നെ എൻട്രൻസിനുള്ള IITക്കുള്ള ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടെയാണ് നമ്മുടെ മെറ്റീരിയൽസ് ഇറങ്ങുന്നത്. ആ മെറ്റീരിയൽ ചെയ്ത് പഠിച്ചതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഓഫ് കോഴ്സ് നിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ മാത്തമാറ്റിക്കൽ തിങ്കിങ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ അവന് സാധിച്ചിട്ടുണ്ട്. ആൻഡ് അൾട്ടിമേറ്റ്ലി അവൻ JEEലേക്കുള്ള ജേണിയിലാണുള്ളത്. അപ്പോൾ +2ൻ്റെ ഒപ്പം തന്നെ JEE എഴുതി IITയിൽ എത്തുകയാണ് അവൻ്റെ ലക്ഷ്യം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സൈലത്തിലെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ ഫാക്കൽറ്റി, പ്രത്യേകിച്ച് ജംഷീദ് സാറിൻ്റെ കീഴിലുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സും അതേപോലെ എനിക്ക് തോന്നുന്നു ഹാരിസ് സാറാണ് കോർഡിനേറ്റർ. അപ്പോൾ അവരൊക്കെ ഹെൽപ്പ് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് പറയാൻ പറ്റുമോ? അവർ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർ നല്ലോണം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിപ്പം എല്ലാ എക്സാമും നമ്മുടെ എഴുതാൻ പറയും. അങ്ങനെ എന്ത് എക്സാമിന് താന്നായാലും HSC മാർക്ക് പറഞ്ഞാലും ഒക്കെ അത് നല്ലോണം മോട്ടിവേറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ മെൻറ്റേഴ്സും അത് എടുത്തു പറയേണ്ടതാണ്. മെൻറ്റേഴ്സ് നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നമ്മളെ സ്കൂളിങ്ങിൻ്റെ വലിയൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഫാക്കൽറ്റി, കോർഡിനേറ്റേഴ്സ്, ഓരോ സ്കൂളിനും കോർഡിനേറ്റേഴ്സ്, ഫാക്കൽറ്റി ടീം, അതുപോലെ മെൻറ്റർഷിപ്പ്, നല്ല സപ്പോർട്ട് തരുന്ന, ഈവൻ അക്കാഡമിക്സിന് പുറമെ അവർക്ക് വേണ്ട മോട്ടിവേഷൻ. നമ്മളിതൊരു ലോങ് ജേർണി ആണല്ലോ. ഈ ജേർണിയിൽ നമ്മൾ അപ്സ് ആൻഡ് ഡൗൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ ഒപ്പം ചേർത്ത് പിടിച്ച് നമുക്ക് സപ്പോർട്ട് തരുന്ന ഫാക്കൽറ്റി ടീമും മെൻറ്റർഷിപ്പും ഒക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നിഹാൽ, ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ നിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ JEE ക്രാക്ക് ചെയ്ത് ഇതെത്തണമെന്നാണ്. അപ്പോൾ നീ ഇപ്പോൾ IITയിൽ പോയിട്ട് ഏതെങ്കിലും നിനക്കൊരു സ്പെസിഫിക് ഇൻട്രസ്റ്റ് ഉണ്ടോ? എന്തെങ്കിലും ഏരിയയിലേക്ക് പോകണം എന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിനക്ക് പ്ലാൻ ഉണ്ടോ? അതൊന്ന് ഷെയർ ചെയ്യാമോ? പക്ഷേ IIT എത്തണം IIT ചെറുപ്പം 9ാം ക്ലാസ് പോയി കേൾക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ 10ാം ക്ലാസ്സിന് IIT എന്ന് കേട്ടപ്പം നല്ല ഇൻട്രസ്റ്റ് തോന്നി, IIT കാരണം എന്നുള്ളത് തോന്നി. മാത്സിലും എനിക്ക് താല്പര്യം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ സൈലത്തിന് നെക്സ്റ്റ് എക്സാം എഴുതി. അങ്ങനെ കുറച്ച് സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു, അതുകൊണ്ട് തന്നെ അങ്ങനെ വന്നതാണ്. IIT ക്രാക്കിയാണെന്ന് തന്നെയാണ് ആഗ്രഹം. യെസ്. അതിന് ഇപ്പോൾ പ്രത്യേകിച്ച് സ്പെസിഫിക് ബ്രാഞ്ച് ഇൻട്രസ്റ്റുകളൊന്നും പറയുന്നില്ല. അവന് ചെറിയ ക്ലാസ്സിലെ മാത്സ് ഇഷ്ടമുണ്ടായിരുന്നു, ആൻഡ് അതുകൊണ്ട് സൈലത്തിൻ്റെ നെക്സ്റ്റ് എക്സാം ക്രാക്ക് ചെയ്തു, നല്ല സ്കോളർഷിപ്പോട് കൂടി തന്നെ കിട്ടി. ഇനി IIT ക്രാക്ക് ചെയ്യണം. അപ്പോൾ ഇത് തന്നെയാണ് അതിൽ അവന് പിന്നീട് ഫിഗർ ഔട്ട് ചെയ്യാവുന്ന കാര്യം തന്നെയുള്ളൂ കേട്ടോ. ഏത് ബ്രാഞ്ച് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് ഫിഗർ ഔട്ട് ചെയ്യാന്നുള്ളത്. ഫസ്റ്റ് തിങ് ഇസ് ഗെറ്റിംഗ് ഇൻ ടു എ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈക്ക് IIT. ഓക്കെ, ആൻഡ് ഇതെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ്. മാത്സ് താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഒരുപാട് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റി നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് IITകളാണ്. അതേപോലെ IASകളും IISERകളും ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ട്. പക്ഷെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് എല്ലാത്തിലേക്കും അതിൻ്റേതായുള്ള എൻട്രൻസ് എക്സാം ഉണ്ട്. ആ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള, ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞത് ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് പ്രോഗ്രാമിലൂടെ കടന്നു പോകുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നമ്മൾ IOQM കഴിഞ്ഞപ്പോൾ RMOന് മുമ്പായിട്ട് ഒരു ഗൈഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ RMO എഴുതിയ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? RMOന് ആ ഒരു ഗൈഡ് ലൈൻസ് ഹെൽപ്പ് ചെയ്തോ? എന്തൊക്കെയാണ് അതിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞേ? അതെ, ആദ്യം ഈ IOQM ക്വാളിഫൈ ചെയ്തതിനു ശേഷം പിന്നെ നമുക്ക് ഈ പേപ്പേഴ്സ് വന്നിരുന്നു, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം. അപ്പോൾ അത് കണ്ടപ്പം സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു എങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് മറ്റേ ക്ലാസ്സൊക്കെ തന്നിരുന്നു. അപ്പോൾ അത് ശരിക്കും മനസ്സിലായത് എങ്ങനെയാണ് ഈ RMO നെക്സ്റ്റ് ലെവൽ എങ്ങനെ എഴുതേണ്ടത്. ഈ ഡിസ്ക്രിപ്റ്റീവ് ആണല്ലോ, അപ്പോൾ അതെങ്ങനെ കറക്റ്റ് ചെയ്താന്നൊക്കെ പറഞ്ഞു തന്നു. അത് നല്ല ഹെൽപ്പ് ചെയ്തു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം നല്ല തന്നെ, ഈ 3 ക്വസ്റ്റ്യൻസിലും അറ്റൻഡ് ചെയ്തു. യെസ്. ഇപ്പം നമുക്കറിയാം RMO എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയാണ്. 6 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ ചുരുക്കം ചില ക്വസ്റ്റ്യൻ ചെയ്താൽ പോലും തന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. പക്ഷേ ഇത് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയാണ്. നമ്മളുടെ തോട്ടുകൾ ഒറിജിനലായിട്ടും അതേപോലെ തന്നെ ഓർഡറിൽ സീക്വൻഷ്യലി നമുക്ക് എഴുതി ഫലിപ്പിക്കാൻ പറ്റേണ്ട ഒരു പ്രത്യേക ടൈപ്പ് പരീക്ഷയാണ് ഇതെന്നത് മനസ്സിലാക്കുക. ആൻഡ് അൾട്ടിമേറ്റ്ലി ഇതിലിപ്പോൾ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ മാത്സൊക്കെ നല്ല പാഷനായിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവർ വെറുതെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സ്കൂളിൽ തരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അത് പോരല്ലോ, എനിക്കിപ്പോൾ ഓൾറെഡി മനസ്സിലായി. അപ്പോൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളടുത്ത് എന്താണ് അവരടുത്ത് ഒരു ഉപദേശം കൊടുക്കണേ, ആ ഒരു അഡ്വൈസ് കൊടുക്കണേ ആസ് എ സീനിയർ എന്താണുള്ളത്? എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മാത്സിലോ ഏതെങ്കിലും പ്രത്യേക വിഷയത്തിലോ സയൻസിലോ ഇതിന് താല്പര്യം ഉണ്ടെങ്കിൽ മാക്സിമം എക്സാംസ് അറ്റൻഡ് ചെയ്യുക. കുറേ കോമ്പറ്റീറ്റീവ് എക്സാം എനിക്ക് ഈ പ്രായത്തിൽ തന്നെ 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം എനിക്ക് അറിയായിരുന്നു, ഈ കുറേ കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാൻ ആരില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറേ എക്സാംസൊക്കെ മിസ്സായി. അപ്പം അതെനിക്ക് റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. സോ എനിക്ക് പറയാനുള്ളത് ഈ മാക്സിമം എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്യുക. ഈ കിട്ടുന്ന എക്സാംസ് എല്ലാം മാത്സിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്, പ്രത്യേകിച്ച് മാത്സിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാക്സിമം എക്സാംസ് അറ്റൻഡ് ചെയ്യുക. യെസ്, അത് വളരെ നല്ലൊരു അഡ്വൈസ് ആണ് കേട്ടോ. കാരണം ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ വേൾഡ് ഭയങ്കര കോമ്പറ്റീറ്റീവാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് കോമ്പറ്റീറ്റീവ് എക്സാംസിൽ കൂടെ കടന്നു പോവുക തന്നെ വേണം. അപ്പോൾ കിട്ടാവുന്ന കോമ്പറ്റീറ്റീവ് എക്സാംസുകളൊക്കെ ഹൈസ്കൂൾ മുതൽ തന്നെ ഒളിമ്പ്യാഡുകളും ഒക്കെ എഴുതുക. ആൻഡ് പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിർബന്ധമായിട്ടും നെക്സ്റ്റ് പോലുള്ള സ്കോളർഷിപ്പ് പരീക്ഷകൾ എഴുതുകയും ഇതേപോലൊരു വണ്ടർഫുൾ കോച്ചിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമാവാനുള്ള അവസരം നഷ്ടപ്പെടുത്താതിരിക്കുകയും ഒക്കെ ചെയ്യണം. ഓക്കെ, ഇനിയും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നെക്സ്റ്റിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇതിനൊക്കെ നെക്സ്റ്റൊക്കെ എഴുതി നല്ല സ്കോളർഷിപ്പോട് കൂടി തന്നെയാണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിക്കുന്നത്. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആൻഡ് നിഹാൽ +2ൻ്റെ കൂടെ തന്നെ JEE ക്രാക്ക് ചെയ്ത് IITയിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. And by the way, I welcome you all to the integrated schooling program at Xylem. Wish you all the best.